ആമേൻ. തിരുവചനം പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് ഞാൻ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയതിൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. അതിനുശേഷം പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, അയോഗ്യമായി ഇതാരെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുന്നെങ്കിൽ ആമേ ശരീരവും രക്തവും സംബന്ധിച്ച് നമ്മൾ കുറ്റക്കാരായിത്തീരും. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടത്തില്ല. ആമേൻ. ദൈവസ്വനി നമ്മളെ തന്നെ ഒരു നിമിഷം ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടെ ഈ ആമേൻ ഈ ശരീരത്തിൽ നിന്നും രക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ദൈവം നമ്മളെ യോഗ്യരാക്കേണ്ടതിനായി ഒരിക്കൽ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവിടെ തന്നെ താഴം കഴിഞ്ഞ ശേഷം അവൻ ആമേൻ പാനപാത്രവും എടുത്ത് അപ്പവും ആമേൻ എടുത്ത് അവൻ വാഴ്ത്തി അനുഗ്രഹിച്ചു എന്ന് വചനം പറയുന്നെങ്കിൽ നമുക്കൊരു നിമിഷം ദൈവസ്വനിയിൽ ഏൽപ്പിക്കാം. ഈ അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടതിനായി, ഈ പാനപാത്രത്തെ വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവസ്വനി പ്രാർത്ഥിക്കാം. ഈ അപ്പത്തെ ദൈവസ്വനിയിലേക്ക് ഏൽപ്പിക്കുന്നു. ആമേൻ. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതെൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് ആമേൻ ആമേൻ പറഞ്ഞെങ്കിൽ കർത്താവെ ഈ അപ്പത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനെ സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടതിനായി, ഇതങ്ങയുടെ ശരീരമാക്കി ദൈവം മാറ്റേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇത് കേവലം ഗോതമ്പ് മണികൾ ആമേൻ ചേർന്ന് ആമേൻ അരഞ്ഞു ഉടയപ്പെട്ട ഒരപ്പമായി ഇതിവിടെ ശേഷിക്കുന്നെങ്കിൽ ആമേൻ ഞങ്ങൾ തിരിച്ചറിയുന്നു, പലരാകുന്ന ഞങ്ങൾ ആമേൻ ഒരു ശരീരമാകുന്ന യേശുവിൻ്റെ ശരീരത്തിൻ്റെ പങ്കാളികളായി തീരുന്നൊരു ആമേൻ ശുശ്രൂഷയാണല്ലോ ഇവിടെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിക്കും എടുത്ത്, പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുന്നു. ഈ പാനപാത്രത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് യേശുവിൻ്റെ രക്തമാക്കി നമ്മുടെ കരങ്ങളിൽ തരേണ്ടതിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഈ പാനപാത്രത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് അങ്ങയുടെ രക്തമായി മാറേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇതിൻ്റെ മേൽ യേശുവിൻ്റെ രക്തമായി ഇത് മാറിയതിനായി ഞങ്ങൾ പറയുന്നു. കർത്താവേ, ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് ഈ ജനം കർത്താവെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ, കാഹളനാദം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വരവുവരെയും വിശ്വസ്തയോടെ ജീവിച്ച് കർത്താവെ അവൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ദൈവം ഓരോ ജനത്തെയും ദൈവം സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു എന്ന് വചനം പറയുന്നെങ്കിൽ കർത്താവെ, ആ ജീവൻ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ ജീവൻ ഇതിനകത്തുണ്ടല്ലോ, യേശുവിൻ്റെ ജീവൻ ഇതിനകത്തൊരുപ്പുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ജീവൻ ഇവരുടെ മേൽ വ്യാപരിപ്പാൻ സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവൂതാൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവൂതാൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മാരിപ്പതിനായി, മകനെ മാരിപ്പതിനായി, മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവൂതാൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്ഥാപനത്തിൻ നുഴവാർന്നൊരൻപ ഇരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. സ്ഥാപനത്തിൻ ഉഴവാർന്നൊരൻപ തിരഞ്ഞെടുത്തവൻ
വസിപ്പാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂത മകനെ മാരിപ്പതിന കുരിശിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പവീഞ്ഞുകൾ ഈ ശരീരവും രക്തവും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ കരങ്ങളിലിരിക്കുന്നത് യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവുമാണ്. എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കുമെന്ന് വചനം പറയുന്നെങ്കിൽ യേശുവിൻ്റെ ജീവനാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്നത്. അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്നത്. ഇത് കഴിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ, രോഗികളാകാനല്ല, നിദ്ര പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലകപ്പെടാനല്ല, ബലഹീനരാകാനല്ല, നാം എല്ലാവരും ജീവൻ്റെ പുതുക്കത്തിൽ ബലത്തോടെ നടക്കാൻ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരവും രക്തവും ഭക്ഷിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കും. ദൈവം ബലപ്പെടുത്തും, ശക്തീകരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇവിടെ ശരീരവും രക്തവും ശേഷിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നു. ഒന്ന്, കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. അനേക സമശിഷ്ടങ്ങൾ ഇനിയും കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭാഗവാക്കാകാനുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഏബൽ ഒരു വാക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള സമയമാണ്. എല്ലാവരും സ്തോത്ര വഴിപാട് ദശാംശം കരങ്ങളെടുത്ത് ഉയർത്തിപ്പിടിച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. ആമേൻ. ദൈവത്തിന് കൊടുക്കാനുള്ള സമയമാണ്. എല്ലാവരും കരങ്ങളെടുത്ത് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ സ്തോത്ര വഴിപാടിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി 100 മടങ്ങാക്കി ദൈവം പ്രതിഫലം കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഒന്നിനും ഒരു കുറവുണ്ടാകാൻ ദൈവം അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 100 മടങ്ങാക്കി ദൈവം മടക്കി കൊടുക്കണം. കടഭാരമുള്ളവരുണ്ട്, ഞെരുക്കമുള്ളവരുണ്ട്. കർത്താവെ, സാമ്പത്തികമായി ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോയവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഞെരുക്കങ്ങളും മാറട്ടെ. ഇത് വർദ്ധിച്ച് 30, 60, 100 മേനിയായ ഫലം കായ്പാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. ദൈവോട് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് പാടി നമുക്ക് ദൈവത്തിൽ നിന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ജീസസ്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം.
നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ഓ നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, അവൻ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഓ നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ.
സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഓ, അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. റിഗമാനശാലരെ റിഗരന്ദാരിബനെ റിഗമാനപരന്ദാരിബനാ. റിഗമാനശാലരെ റിഗരന്ദാരിബനെ റിഗമാനപരന്ദാരിഗരന്ദാരബന ഉടവാരബന റിഗവാരബന തലഘടക ശമനകരം തല തുരപച്ച പരിഗബല പച്ചപര ബലപരം തല വൈഡപരാതല തുരപച്ച പരിബലബലം തല വൈഡവനാതല തുലപച്ചപരം തല വൈഡപരീകപരം തല തലഘടകാരിഗമനഘടക ശമനകരം തല തുരപച്ച പരീബല പച്ചപര ബലപരം തല തുരഘടകാരികപാരവന ശമനകരം തല തലവാനകരം തല വൈഡവ തുരപച്ച പരിബലപരം തല വൈഡവനാതല തുരപച്ച പരിഗബല പച്ചപരം തല വൈഡവ തുരഘട ഗാരികമാനവനാരികദാരഗദ തകരഗദാരിബനവരബലപരം ദലവൈഡവ ദുരബലവശിബലപരം ദലവൈഡവനാദല. എല്ലാ കരങ്ങളും അടിച്ച് അന്യഭാഷയിൽ ശബ്ദമുയർത്തി ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ അന്യഭാഷയിൽ ചുടബലവക്ഷപരം തലവൈഡപരീകപരം ദലവൈഡപരം ദല തലഘടകശിമനകരം ദലവൈഡമനാദല തുരഘടകാരികമാരവനാരിബലപരം ദലറീബലബലവ തലവച്ചപരിബലപരം ദലവൈഡമനാദകരീബലവ ഉടബലവച്ചപരം തലവൈഡപരീകപരം ദലവൈഡപരഗത ഉടപാരവനാരികമാരവനാരിബനപരം ദലവൈഡമനാദല തുരവച്ചപരിബലബലബലപരികബലവച്ചപരിബലാരവന തകരം ദലവൈഡമനാദല റീബലവച്ചപരിഗമനമാനവ തുരവച്ചപരിബലപരം ദലവൈഡമനാദല തലഘടക ശംഭവരഗദല റീബലബലവ ഡബലവച്ചപരിബലബലബലപരബലാരവനാരിബനാരവ ഉടപാരവനാരികപാരവന താരകദാരം ദാരവനാരം ദേരിവനപരിവനവനബല ഉടബലപാടപരം ദലവൈഡവ തലഘടക ശമനകരം ദലവൈഡവനാദല തകരഗദകരിഗദഗനാദകരം ദലവൈഡവ തലവച്ചപരിബലപരം ദലവൈഡപരബല ഉടബലവച്ചപരബലപരാദകരം ദലവൈഡവ തുരഗക്ഷപരബലാരിഗദാരഗദാരഗദ ഉടപാരം ദലവൈഡവനാദല ഉടപരം ദലവൈഡപരഗദകരിഗദഗനാദക തലവച്ചപരം ദലവൈഡവ തലവച്ചപരിബലബലബലാരികപാരവന തുരപാനകരം ദലവൈഡപരീകപരം ദലറീബന പച്ചവ തുരപച്ചപരിബലബലബലാരിബനാരഗദാരഗദ ഇദാരിഗദാരഗദേരിബനപരബനപരം ക്ഷഗദാദല തലവച്ചപരിബലപരം ക്ഷഗനാദകരം ദല തുരപച്ചപരിബലപരം ദലവൈഡപരം ദല തലഗച്ചപരിഗമനമാനവ തുരമാനകരം ദലവൈഡപരികപാരവനാരിഗദാനഗദി ശംദലവച്ചപരികപാരവനപരം തൽകമാനഘടകസിയാന്തന അർത്ഥൽകമാനഘടക ശംഭവാരഗദന വൈഡൽകമാനഘടക ശംഭുനാരഗദന റീബൽകമനഘടക ശംഭവാരഗദന. എല്ലാ സാധ്യതകളും മാറട്ടെ, എല്ലാ സാധ്യതകളും മാറട്ടെ. ഇന്ന് പകൽ സാധ്യമാക്കുന്ന എല്ലാം സാധ്യമാക്കുന്ന ദൈവകരം ഇന്ന് പകൽ ഈ ജനത്തിനു വേണ്ടി ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കരം ഇവർക്ക് വേണ്ടി ചലിക്കട്ടെ. എല്ലാം സാധ്യമാകുന്ന എല്ലാ ഭാരങ്ങളും മാറുന്ന എല്ലാ വേദനകളെയും നീക്കുന്ന ആ ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ ഈ ജനത്തിനു വേണ്ടി ഇറങ്ങട്ടെ.
റിബാന ബല 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 ശിബിരി ബിബിയാന്തന റിഗമന ഗടഗമന ഹദുരി ഗടഗജനാദന സിയാന്തല അർദ്ധൽ കമന ഗടഗ ശംഭഭാരഗദന റീബൽ കമാന ഗടഗ സംഭുനാരഗദന അർദ്ധൽ കമാന ഘോരേശന്റെ അഭിഷേകൻ. ഞാൻ അവന്റെ വലകര പിടിച്ചിരിക്കുന്നു. കഥകുകൾ അടയാതിരിക്കേണ്ടതിന്, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന് ഞാൻ അവന് മുന്നമേ പുറപ്പെടും. ഞാൻ അവന് മുന്നമേ പുറപ്പെടും. ഞാൻ അവന് മുന്നമേ പുറപ്പെടും. ഇന്ന് പകൽ നിനക്ക് മുന്നമേ പുറപ്പെടുന്ന, നിനക്ക് മുന്നമേ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ ആ ദൈവസനിലേക്ക് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചാട്ടെ. ഇന്ന് വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ്. അസാധ്യതകളെല്ലാം മാറുന്നൊരു പകലായി മാറട്ടെ. എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറുന്നൊരു പകലായി മാറട്ടെ. എല്ലാ നെഗറ്റീവ് സ്പിരിറ്റുകളും ഓരോ ശരീരം വിട്ട് മാറട്ടെ. ഓരോ കുടുംബങ്ങൾ വിട്ട് മാറട്ടെ. ഇന്ന് പകലിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവസനിലേക്ക് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനിതാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ആടിയനിതാ ആടിയനിതാ. ഇന്ന് എത്ര പേര് ആ ദൈവം മുൻപാകെ സമർപ്പിക്കും? ദൈവത്തിന്റെ മുമ്പാകെ എത്ര പേർക്ക് പറയാൻ പറ്റും അടിയനിതാ? ശൗമേൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഏലി പുരോഹിതന്റെ അടുക്കൽ ഓടിച്ചെന്നു. ഒരു പ്രാവശ്യം ചെന്നു, 2 പ്രാവശ്യം ചെന്നു. പിന്നീട് ചെന്നപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ഇനി ആ ശബ്ദം കേൾക്കുമ്പോൾ നീ പറയണം, അടിയനിതാ അരുളി ചെയ്യണം. ഇന്ന് ദൈവം മുൻപാകെ എത്ര പേർക്ക് പറയാൻ പറ്റും, എന്നോടൊന്ന് ഇടപെടണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ? എത്ര പേർക്ക് പറയാൻ പറ്റും, എന്നോടൊന്ന് ഇടപെടണമേ, അടിയനിതാ എന്നെ അരുളി ചെയ്യണമേ? ഇന്ന് ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ചില ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ചില നെഗറ്റീവ് സ്പിരിറ്റുകൾ ഇന്ന് പകൽ ചില ശരീരത്തിനകത്തു നിന്നും കുടുംബങ്ങൾക്കകത്തു നിന്നും അതെല്ലാം അങ്ങ് വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ.
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗബന്ധനങ്ങൾ റാധരിബി ഹൽബ റഗസിയാന്തല്ല റാധനിമി ഹല്ല റഹസിയാന്തരമ ഷാലബാന ഹസ്തജാനഘടകസിയാന്തലെ യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ ഒരു വിടുതൽ ഈ ജനത്തിൻ്റെ മേൽ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പച്ച ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ആത്മീയ ഭൗതിക സാമ്പത്തിക മേഖലകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നിലവാരത്തിലും ഇവർ അകത്തു വരുമ്പോഴോ പുറത്തു പോകുമ്പോഴോ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കളപ്പുരകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ മേലുണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാവരും വേഗത്തിൽ ദിവസം ഇരുന്നാട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശബ്ദമുയർത്തി ആമേൻ. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. എത്ര പേർക്ക് ആരാധനയിൽ ഇന്ന് പകലും സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാനൊക്കെ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവരും നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടില്ല. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വേഗത്തിൽ നമ്മുടെ സമയം വേഗത്തിൽ മുമ്പോട്ട് കടന്നു പോകുന്നു. ആമേൻ. ആമേൻ. സമയത്ത് തന്നെ നിർത്തേണ്ടത് കൊണ്ട് ആമേൻ തിരുവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20, 21, 22, 23 വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവർ ഇടയിൽ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും, ശ്രദ്ധിക്കണമേ, വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചുകൊണ്ട് അവനെ സർവത്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ആമേൻ. എത്ര പേർക്കത് മനസ്സിലായി? ആമേൻ. എല്ലാം ആർക്ക് കൊടുത്തു? അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. ഒന്നും കൂടി 20 വായിച്ച് ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വായിച്ചൊന്നുകൂടി. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അപ്പോൾ അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് എന്ത് ചെയ്തു? എല്ലാറ്റിലും നിറയ്ക്കുന്ന നിറവാകുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് എന്ത് ചെയ്തു? കൊടുത്തു. ശരീരമാകുന്ന സഭയുടെ തല ആരാന്നാ പറയുന്നത്? ക്രിസ്തുവാണ്. ആരാ? ക്രിസ്തു. ഇവിടെ പൗലോസിന്റെ ഒരു വലിയൊരു പ്രാർത്ഥനയാണ് കേട്ടോ. ആമേൻ. 15-ാം വാക്യം തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ കാണാം.
അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തു. എൻ്റെ പ്രാർത്ഥനയും നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ആമേൻ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പൗലോസ് ഒരു നീണ്ട ഒരു പ്രാർത്ഥന എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ടാണ് പൗലോസ് ആമേൻ പുതിയൊരു വെളിപ്പാടിലേക്ക് പൗലോസ് കയറുന്നത്. ആമേൻ ആമേൻ. എന്നിട്ട് പൗലോസ് പറയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും എന്ത് ചെയ്തു? വ്യാപരിച്ചു. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിയണം. ആമേൻ. വിശ്വസിച്ചവർക്ക് വേണ്ടി വ്യാപരിച്ച ക്രിസ്തുവിൻ്റെ അളവറ്റ വലിപ്പം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആമേൻ. ഏതാ? കർത്താവായ യേശുവിൻ്റെ ഉയർപ്പാണ്. ആമേൻ. വിശ്വസിച്ചവർക്ക് വേണ്ടി വ്യാപരിച്ച അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് വെളിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് യേശുവിൻ്റെ ആമേൻ ഉയർത്തെഴുന്നേൽപ്പാണ്. ആമേൻ. അങ്ങനെ ക്രിസ്തുവിലും വ്യാപരിച്ചു എന്ന് വായിക്കുന്നു. ക്രിസ്തുവിലും വ്യാപരിച്ചു. ആമേൻ. ഇന്ന് ആമേൻ നിങ്ങളുമായി പങ്കുവെക്കാനിരിക്കുന്ന ഒരു ആമേൻ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ആരാ? ഒന്ന് പറഞ്ഞേ. അതിനോട് ചുണ്ടനക്കുന്നുണ്ട്. എന്നാന്ന് പോലും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ആരാ? നാം ഓരോരുത്തരുമാ. നാം അല്ല, ഓരോരുത്തരുമാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ വ്യക്തികളും ആരാ? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാ. ഇത് പഴയ നിയമത്തിനകത്ത് മറഞ്ഞു കിടന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെട്ടതുമായ ഒരു മർമ്മമാണ് സഭയെന്ന് പറയുന്നത്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമാൻ കാരാഗൃഹത്തിൽ ഒന്നാം പ്രാവശ്യം 2 വർഷം എന്ത് ചെയ്തു? കിടന്ന കാലഘട്ടത്തിൽ താൻ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട 4 ലേഖനങ്ങൾ, ഒന്ന് എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ് ലേഖനം, ഫിലമോന്റെ ലേഖനം, ഈ 4 ലേഖനങ്ങൾ പൗലോസ് കാരാഗ്രഹത്തിനകത്ത് വെച്ച് എഴുതിയ ലേഖനങ്ങളാണെങ്കിലും അതിനകത്ത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. ആമേൻ. ഈ എഫേസ്യ ലേഖനം ആമേൻ അതിനകത്ത് പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു ആമേൻ ഭാഗമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് പൗലോസ് എന്ത് ചെയ്തത്? ആ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നത് തൻ്റെ 2ാം മിഷണറി യാത്രയിലാണ്. ആമേൻ എന്ത് ചെയ്യുന്നത്? സഭ എന്ന് എന്ത് ചെയ്യും? രൂപം കൊള്ളുന്നത്. സഭ എഫെസോസ് സഭ രൂപം കൊള്ളുന്നത് തൻ്റെ 2ാം മിഷണറി യാത്രയിലാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ഈ എഫെസോസ് സഭ അവിടെ രൂപം കൊള്ളുന്നത്. തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ത് ചെയ്യുന്നത്? താൻ എഴുതുന്നത്. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ ഇവിടെ പൗലോസിന് ആമേൻ വെളിപ്പെട്ട് കിട്ടിയ ഒരു മർമ്മമാണ് സഭയെന്ന് പറയുന്നത്. പൗലോസിന് ഇതിനു മുമ്പ് യേശു എന്ത് ചെയ്തിട്ടുണ്ട്? പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ എന്ത് ചെയ്യുക? നിങ്ങൾ ജനമെല്ലാം എന്നെക്കുറിച്ച് ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചിലർ എന്ത് ചെയ്യുക? മറ്റ് ആമേൻ പ്രവാചകന്മാർ ഇരമ്യാവെന്ന് പറയുന്നു. ആമേൻ എന്നെല്ലാം ഇങ്ങനെ പലതും പറഞ്ഞപ്പോഴത്തേക്കിന് പത്രോസ് പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയാം, നീ വേറെ ആരുമല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. ആമേൻ. പത്രോസിനോട് യേശു പറയുന്നുണ്ട്, ആമേൻ പത്രോസ, ഇത് ജഡരക്തങ്ങളല്ല നിനക്കിത് ആമേൻ വെളിപ്പെടുത്തി തന്നത്, ഇത് സ്വർഗസ്ഥനായ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ആമേൻ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് സഭയെക്കുറിച്ച് ആദ്യമേ പത്രോസിനോട് ദൈവം ഒരു വെളിപ്പാട് കൈമാറിയിട്ടുണ്ടെങ്കിൽ ആമേൻ അന്ന് വരെ സഭ പ്രത്യക്ഷമായി പുറത്തു വന്നിട്ടില്ല എങ്കിലും ആമേൻ പൗലോസിന് ശുശ്രൂഷയ്ക്കകത്ത് സഭ പുറത്തു വരാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആമേൻ കൃപയാൽ ആമേൻ വിശ്വാസിക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ഈ ലേഖനം ആമേൻ വ്യക്തമാക്കുന്നു. ആമേൻ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൃപയാൽ വിശ്വാസിക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവി ആമേൻ 1. ആമേൻ 2ാമത്തത് ക്രിസ്തുവിന്റെ ശരീരത്തെക്കുറിച്ചുള്ള ആമേൻ സത്യം. 3 വിശ്വാസിയുടെ ഉന്നതമായ പദവിയും ആമേൻ
അവരുടെ എന്ത് ചെയ്യാ ജീവിതത്തെക്കുറിച്ചും ഇതിനകത്ത് എന്തിരിക്കുന്നു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലേഖനത്തിന് എന്ത് ചെയ്യാ മറ്റ് പുസ്തകങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഒരു പുസ്തകവുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു പുസ്തകമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അത് വേറൊന്നുമല്ല, യോശുവയുടെ പുസ്തകവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അതിനകത്ത് വാഗ്ദത്ത നാട്ടിൽ എന്ത് ചെയ്യുന്നു? യോശുവയുടെ നേതൃത്വത്തിൽ ജനത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാഗ്ദത്ത നാട്ടിൽ എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് വെളിപ്പാട് പ്രാപിച്ചിട്ട് ആത്മാവിൽ എഴുതിയിരിക്കുന്നു, സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടെ ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിനകത്ത് ആത്മീയ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പുതിയ നിയമം പഠിച്ചു വന്നാൽ 4 സുവിശേഷങ്ങളും നമ്മൾ ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഭൗതികമായിട്ടുള്ള ഒരു അനുഗ്രഹത്തെ കുറിച്ചും യേശു പറഞ്ഞിട്ടില്ല. യേശുവിന്റെ പ്രസംഗത്തിനകത്ത് ഒരു ഭൗതിക അനുഗ്രഹത്തെ കുറിച്ചും യേശു പറഞ്ഞിട്ടില്ല. എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളാണ്. അങ്ങനെയെങ്കിൽ പൗലോസ് പറയുന്നു, നമ്മെ ക്രിസ്തുവിൽ എന്ത് ചെയ്യാം? അനുഗ്രഹിച്ചിരിക്കുന്നു. സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മൾ എന്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂമിയിലാ ജീവിക്കുന്നെങ്കിലും അവർ സ്വർഗീയമായ സകല ആത്മീയ അനുഗ്രഹങ്ങളും അവന്റെ മേൽ പകരപ്പെട്ടവനാണ്. അവൻ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും അവൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിനും അവൻ അവകാശിയായി മാറിയിരിക്കുന്നവനാ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഈ പുസ്തകത്തിന്റെ വിഭജനം എന്ന് പറഞ്ഞാൽ, 1 വിശ്വാസിയുടെ സ്ഥാനം, അത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. ആമേൻ. 2 വിശ്വാസിയുടെ നടപ്പും ശ്രേഷ്ഠതയും, 4:1 മുതൽ 5:17 വരെ എന്ത് ചെയ്താൽ വായിച്ചാൽ കിട്ടും. അപ്പോൾ വിശ്വാസിയുടെ സ്ഥാനം എന്താണെന്ന് എഫേസ്യ ലേഖനം പഠിച്ചാൽ കിട്ടും. ഒരു സഭയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് എഫേസ്യ ലേഖനം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 1 മുതൽ 3 വരെയുള്ള അധ്യായം വായിച്ചാൽ മനസ്സിലാകും ഒരു വിശ്വാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്ന്. ആമേൻ. അതിൻ്റെ 4:1 മുതൽ 5:17 വരെ വായിച്ചാൽ വിശ്വാസിയുടെ നടപ്പും ശ്രേഷ്ഠതകളും, വിശ്വാസി എങ്ങനെ നടക്കണമെന്നും അവൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും അടുത്ത അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് എല്ലാവരും നടക്കുന്നത് പോലെ നടക്കാൻ, നിങ്ങളെല്ലാം തല കുനിഞ്ഞല്ലോ ഇപ്പോൾ, ഒന്ന് നേരെ വെച്ചേ. ഉറക്കം വരുന്നുണ്ടോ? അല്ല, ഈ ദൂത് അങ്ങോട്ട് പൊക്കോട്ടെ. ഏറ്റവും പുറകെ ഇരിക്കുന്ന ബോവസിനും മനീഷിനും പൊക്കോട്ടെന്നോർത്താണ് തല കുനിച്ചു കൊടുത്തത്. വിശ്വാസിയുടെ നടപ്പ് എന്താണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അവന്റെ ശ്രേഷ്ഠത എന്താണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ സഭയെക്കുറിച്ചായിരിക്കും പറഞ്ഞു. എനിക്ക് ഈ എഫേസ്യ ലേഖനങ്ങൾ പ്രസംഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ. കാരണം സഭ നാം ആരാണെന്ന് അതിനകത്തുണ്ട്. ആമേൻ. ആ വെളിപ്പാട് നമ്മുടെ അകത്തൊന്ന് കയറിയാലുണ്ടല്ലോ നമ്മുടെ നിലവാരം മാറും. ഇതും ചെറിയ ചെറിയ കാര്യത്തിനൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, പുറകെ പോയി എന്ത് ചെയ്യാറ്, ഒന്നും ചിരണ്ടി പിടിക്കാൻ പോകാറില്ല. അത് മനസ്സിലാക്കിയവൻ ആരാധന എന്ത് ചെയ്തില്ല, മുടക്കത്തില്ല. അത് മനസ്സിലാക്കിയവൻ ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് നിന്ന് പിന്നോട്ട് എന്ത് ചെയ്തില്ല, പോകത്തില്ല. അപ്പോൾ വിശ്വാസിയുടെ നടപ്പും ശ്രേഷ്ഠതയും, അടുത്തത് ആത്മാവിൽ നിറഞ്ഞ വിശ്വാസിയുടെ നടപ്പും പോരാട്ട ജീവിതവും 5:21 മുതൽ 6:20 വരെ എഴുതിയിട്ടുണ്ട്. അടുത്തത് 6:21 മുതൽ 6:24 വരെ നമ്മൾ വായിച്ച 6:21 മുതൽ 24 വരെയുള്ള വാക്യത്തിനകത്ത്, അധ്യായത്തിനകത്ത് സമാപനം കുറിക്കുന്ന ഒരു ഭാഗമാണ് ഇതിരിക്കുന്നത് അധ്യായത്തിൻ്റെ, ആ ലേഖനത്തിൻ്റെ. അപ്പോൾ നമുക്കൊരു സ്ഥാനമുണ്ട് ദൈവം വച്ചിരിക്കുന്നത്. വിശ്വാസികൾക്കൊരു സ്ഥാനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ.
അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചട്ടെ വേഗത്തിൽ. ആദ്യം 1-ാം അധ്യായം. ആ ആ ആ ആ ആ ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് സ്ഥാനം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സഭയാണ്. ആമേൻ. സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശു നമ്മളെ എന്ത് ചെയ്യാ? അനുഗ്രഹിച്ച് ഇരിക്കുന്ന. ആമേൻ. അനുഗ്രഹിച്ച് അനുഗ്രഹിക്കുന്നാണ് പറഞ്ഞത്. അനുഗ്രഹിച്ചിരിക്കുന്ന. ആമേൻ. അപ്പോൾ 1-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. 2-ാം അധ്യായത്തിനകത്ത് സഭ ക്രിസ്തുവിൻ്റെ മന്ദിരം എന്ന് പറയുന്നുണ്ട്. 3-ഉം 4-ഉം അധ്യായത്തിനകത്ത് സഭ എന്ത് ചെയ്യാം? ഒരു രഹസ്യം എന്ന് പറയുന്നുണ്ട്. ആമേൻ. 5-ാം അധ്യായത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. ആമേൻ. 6 സഭ ഒരു പോർക്കളത്തിലാണെന്നുണ്ട്. ആമേൻ. ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളൊന്ന് വായിച്ചാൽ ഇത് വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ സഭയെ ദൈവം എന്ത് ചെയ്യുന്നു? ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുക. ഇന്നൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടൊന്നുമല്ല നാം ആരും നീതീകരിക്കപ്പെട്ടത്. ആമേൻ. ഇവിടെ പൗലോസ് എഴുതിയിട്ടുണ്ട്, ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്കും. അപ്പൊ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ അവരുടെ പുണ്യപ്രവർത്തി കൊണ്ടോ ആമേൻ അവരുടെ പാപം ചെയ്യാത്തോണ്ടല്ല, നാം പാപം ചെയ്തിട്ടും പാപത്തിൽ ജീവിച്ചിട്ടും യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആമേൻ പാപത്തിൽ നിന്നും അവൻ നമ്മളെ എന്ത് ചെയ്തു? വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇവിടെ ആരും വിശുദ്ധരായിട്ട് നീട്ടില്ല, ജനിച്ചിട്ടില്ല. ഇന്ന് പലരെയും ആമേൻ വിശുദ്ധരായിട്ട് എന്ത് ചെയ്യാറുണ്ട്? വാഴ്ത്താറുണ്ട്. ജീവനോടെ ഇരിക്കുമ്പോൾ ആരെയും എന്ത് ചെയ്തിട്ടില്ല? വിശുദ്ധരായിട്ട് വാഴ്ത്തിയിട്ടില്ല. അവരെല്ലാം മരിച്ചതിന് ശേഷമേ എന്ത് ചെയ്തിട്ടുള്ളൂ. അല്ലേ? പല പേര് കേട്ട വ്യക്തികളെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന എപ്പോഴാ? മരിച്ചതിന് ശേഷമാ. എന്നാൽ വേദപുസ്തകം ആമേൻ തന്റെ സഭയെ നോക്കിയിട്ട് വിളിക്കുന്നു വിശുദ്ധരെ എന്നാ വിളിക്കുന്നത്. അത് മനുഷ്യൻ തന്ന പദവിയല്ല, മനുഷ്യൻ തന്ന ശ്രേഷ്ഠതയല്ല, മനുഷ്യൻ തന്ന സ്ഥാനമല്ല. സ്വർഗത്തില് ദൈവം നമുക്ക് തന്ന സ്ഥാനമാ വിശുദ്ധരെന്ന്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ആമേൻ വിശ്വാസികളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവർ. 1-6 പറയുന്നു, നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. നമ്മെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ദത്തെടുത്തിരിക്കുക. ആമേൻ. നമ്മൾ എന്ത് ചെയ്യാ? 6-ാം വാക്യം വായിച്ചേ. ആ ആ ആ അപ്പൊ നമ്മളെ ദത്തെടുത്തിരിക്കുക. ആര് ദത്തെടുത്തു? ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? ദത്തെടുത്തു. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ദത്തെടുക്കുന്നതിന് ചില നിയമ നടപടികളുണ്ട്. ആമേൻ. ഇന്ന് ദത്തെടുക്കണമെങ്കിൽ അവകാശങ്ങളെല്ലാം എന്ത് ചെയ്യണം? ആ കുഞ്ഞിൻ്റെ പേരിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അപ്പോൾ വിജാതികളെയും ജാതികളെയും വിജാതികളെയും ദൈവം എന്ത് ചെയ്തു? അവൻ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ സകല അവകാശങ്ങളും അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമ്മളെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വചനത്തിനകത്ത് വചനം പറയുന്നു, ദൈവം നിങ്ങളെ ദത്തെടുത്തതാണെങ്കിൽ നമുക്ക് അവന്റെ അവകാശത്തിന് നാം പങ്കാളികളാണ്. ആമേൻ. അപ്പോൾ
നാം ആരാ? ആമേൻ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. ആമേൻ. 1:14 വായിക്കുന്നു, ആത്മാവിൽ മുദ്രയിടപ്പെട്ടവർ. ആത്മാവിൽ എന്ത് ചെയ്യാ? മുദ്രയിടപ്പെട്ടവരാ നമ്മള്. അപ്പോൾ സഭയുടെ പ്രത്യേകത, ശ്രേഷ്ഠത നോക്കണം. ഒന്ന്, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. ഈ മുദ്ര നമ്മുടെ മേലുള്ളത്രയും കാലം ഒരു സാത്താനും ഒരു അവകാശവും പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓർഡർ ചെയ്യുന്നൊരു സാധനം ഇപ്പോൾ ഓൺലൈൻ വഴി ആയിക്കോട്ടെ, ഓൺലൈൻ വഴിയുള്ളൊരു ഇതിൻ്റെ പേര് പറഞ്ഞു എന്നാ, ആമസോൺ വഴി നമ്മളൊരു സാധനം ഓർഡർ ചെയ്താൽ എൻ്റെ ഫോണ്, ആമേൻ, എൻ്റെ അഡ്രസ്സ് എല്ലാം അതിനകത്തുണ്ട്. ആമേൻ. 2 അല്ലേ 3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യും? കൃത്യം വരും. ആമേൻ. എൻ്റെ അഡ്രസ്സിൽ എന്ത് ചെയ്യും? വരും. അത് വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുവോ? ഇല്ല. അതിൻ്റെ മേൽ എൻ്റെ പേരും അഡ്രസ്സും ഉണ്ട്. അതെനിക്ക് അവകാശപ്പെട്ടതാ. ആമേൻ. അതുകൊണ്ട് ഏബലിന് കൊണ്ട് എന്ത് ചെയ്തില്ല? കൊടുക്കത്തില്ല. അതെൻ്റെ അവകാശമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വാഗ്ദത്തത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ദൈവം ഇട്ടിട്ടുണ്ടോ? സഭയോട് ദൈവം കൈമാറുക, നിന്റെ വാഗ്ദത്തമൊന്നും അത് താമസിച്ചു പോകത്തില്ല, നിന്റെ വാഗ്ദത്തങ്ങളൊന്നും നടക്കാതെ പോകത്തില്ല. കാരണം ആ വാഗ്ദത്തത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര കിടപ്പുണ്ട്. ആമേൻ. 1 അനുഗ്രഹിച്ചു, 2 തെരഞ്ഞെടുത്തു, 3 അതിൻ്റെ മേൽ മുദ്രയിട്ടിരിക്കുക. ഈ മുദ്രയുള്ളത്രയും കാലം അതെന്ത് ചെയ്യത്തില്ല? തെറ്റിപ്പോകത്തില്ല. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ ഇങ്ങനെ അവൻ പ്രവചന പുസ്തകത്തിനകത്ത് താൻ എഴുതിയിരിക്കുന്നു, അവൻ എന്ത് ചെയ്യാ? ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, അത് വരും നിശ്ചയം. സമയം തെറ്റത്തില്ല, സമയം വൈകിയാലോ അത് അവൻ വരിക തന്നെ ചെയ്യും. എന്താ കാര്യം? വാഗ്ദത്തം മാറിപ്പോകത്തില്ല. അതിന്റെ മേലൊരു മുദ്ര കിടപ്പുണ്ട്. എന്റെ മേലുള്ള വാഗ്ദത്തത്തിന്റെ മേൽ അവനൊരു മുദ്ര കിടപ്പുണ്ട്. ഏബലിന്റെ മേലുള്ള വാഗ്ദത്തത്തിന്റെ മേൽ ഒരു മുദ്ര കിടപ്പുണ്ട്. ബീച്ചാന്റെ മേലുള്ള വാഗ്ദത്തത്തിന്റെ മേൽ ഒരു മുദ്ര കിടപ്പുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ മേലുള്ള ഓരോ വാഗ്ദത്തത്തിന്റെ മേലും മുദ്ര കിടപ്പുണ്ട്. ആ മുദ്ര ഉള്ളത്രയും കാലം എന്ത് ചെയ്തില്ല? തെറ്റിപ്പോകത്തില്ല. ആമേൻ. 1 തെരഞ്ഞെടുക്കപ്പെട്ടവർ, 1 അനുഗ്രഹിക്കപ്പെട്ടവർ, 2 തെരഞ്ഞെടുക്കപ്പെട്ടവർ, 3 എന്ത് ചെയ്യാ? മുദ്രയിടപ്പെട്ടവർ. 4 റോമാലേഖനം 8:1 വായിച്ചേ, ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെട്ടവർ. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കപ്പെട്ടവരാണ് സഭ എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് കൊലോസ്യലേഖനം 1:12 വായിക്കുന്നു, അവകാശത്തിനായി പ്രാപ്തരാക്കപ്പെട്ടവർ. അവകാശത്തിനായിട്ട് എന്ത് ചെയ്യാ? പ്രാപ്തരാക്കപ്പെട്ടവർ. ഒന്ന് വായിച്ചേ. വിശുദ്ധന്മാരുടെ അവകാശത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മുടെ സ്ഥാനമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഇത്. ആമേൻ. വിശുദ്ധന്മാരുടെ അവകാശത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ? പ്രാപ്തന്മാരാക്കി. നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, കർത്താവ് നമ്മളെ പ്രാപ്തരാക്കിയത് അതിനുവേണ്ടി. ഈ അവകാശങ്ങൾ പ്രാപിക്കുവാൻ നമ്മെ ദൈവം പ്രാപ്തരാക്കിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 1:2 ഒന്ന് വായിച്ചേ. ഒന്ന്, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. അപ്പൊ സഭയുടെ സ്ഥാനമെന്ന് നോക്കണം. 1, സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവർ, ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെട്ടവർ, അവകാശത്തിന് പ്രാപ്തരാക്കപ്പെട്ടവർ, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ആമേൻ. അടുത്തൊന്നുകൂടി ഉണ്ട്. 1 യോഹന്നാൻ 5:12 വായിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നവർ. ആമേൻ. ഇതെല്ലാം
ആർക്ക് കൊടുത്തിരിക്കുന്ന യോഗ്യതയാണെന്നറിയാമോ? സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമാണ്. ആമേൻ. സഭയ്ക്ക് നമ്മൾ ഓർക്കും, നമ്മൾ ദൈവത്തോട് അബ്രഹാം ചോദിക്കുക, ഞാൻ നിന്നെ സേവിച്ചാൽ നീ എനിക്ക് എന്താ? അബ്രഹാം ദൈവത്തോട് ചോദിച്ചതാ, വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേന് ഞാനിവിടെ മക്കളില്ലാത്തവനായിട്ടായിരിക്കും, ഞാൻ നിന്റെ പുറകെ നടന്നാൽ നീ എനിക്ക് എന്ത് തരും? ഇതുണ്ടാകാതിരിക്കാനാ പുതിയ നിയമസഭയെ എന്ത് ചെയ്യുക ദൈവം പറഞ്ഞ് ഇതെല്ലാം കൊടുത്തത്, സ്ഥാനം കൊടുത്തത്. ഭൂമിയിൽ അനുഗ്രഹം തൊട്ട് നിത്യജീവൻ വരെ ദൈവം എന്തിയിട്ടുണ്ട്. സ്തോത്രം പറയാവോ? എന്താ ഭാഷ? നിത്യജീവൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടുത്തെ അനുഗ്രഹം എന്ത് ചെയ്യാൻ മതി, കിട്ടിയാൽ മതി എന്ന് പറഞ്ഞത്. നിത്യത ഇല്ലാലും കുഴപ്പമില്ല, ഇവിടുത്തെ അനുഗ്രഹം. സ്തോത്രം പറയാവോ? ഇപ്പൊ അതുകൊണ്ടല്ല വേണ്ടത്, നമുക്കെന്ത് ചെയ്യണം? ദൈവം അനുവദിച്ചിരിക്കുന്ന ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളും വേണം, നിത്യജീവനും എന്ത് ചെയ്യണം? പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പോൾ നമ്മളെ ദൈവത്തിന്റെ ശരീരമാക്കി എന്ത് ചെയ്യും? സഭയാകുന്ന ശരീരമാക്കി എന്തിരിക്കുന്നു? മാറ്റിയിരിക്കുന്നു. നമ്മുടെ ശിരസാര ക്രിസ്തുവ. അതുകൊണ്ട് 23-ാം വാക്യം ഒന്ന് വായിച്ചു തന്നോളി. സർവ്വവും അവന്റെ കാൽ കീഴാക്കി വെച്ച് സർവത്തിനും മീതെ തലയാക്കി ആരെ വെച്ചു? ശരീരമാകുന്ന സഭയ്ക്ക് എന്ത് കൊടുക്കുകയും ചെയ്തു. ശരീരവും ശിരസും തമ്മിലുള്ള ബന്ധം ഒരു കാലത്തും വേർപിടിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഞാൻ ആ പ്രസംഗത്തിലേക്ക് വരുന്നുള്ളൂ. ഞാൻ ആദ്യ ഭാഗത്തൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല. പണ്ട് ചെവി കേൾക്കാൻ മേലാത്തവരും കണ്ണ് കാണാൻ മേലാത്തവരും എന്ത് ചെയ്യും? തൃശ്ശൂർ പൂരത്തിന് പോയിട്ടിരിക്കും. അവിടെ കൊണ്ട് നിർത്തുക, സമയത്തിന് പരിമിതി കൊണ്ട് പറയുന്നില്ല. അപ്പോൾ ശരീരവും ശിരസും തമ്മിലുള്ള ബന്ധം ഒരു കാലത്തും വേർപിരിക്കാൻ ആവില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവുമായുള്ള ബന്ധം, ആമേൻ, ബന്ധത്തിൽ അല്ലാതെ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആമേൻ. അപ്പോൾ ക്രിസ്തു ശരീരത്തിന്റെ തലയാ. എഫേസ്യ ലേഖനത്തിനകത്ത് ആമേൻ ശരീരമാവുന്ന സഭയെക്കുറിച്ച് പറയുന്നെങ്കിൽ കൊലോസ് ലേഖനത്തിനകത്ത് സഭയുടെ ശിരസായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഇവിടെ പൗലോസ് പറയാണ്, അവൻ എന്ത് ചെയ്യാ? ആമേൻ, എല്ലാം അവന്റെ കാൽ കീഴെത്തിയ വെച്ച് ആ ആ ആ ആ എല്ലാം നിറയ്ക്കുന്ന നിറമാകുന്നവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് എന്ത് ചെയ്തു? കൊടുത്തു എന്ന് പറഞ്ഞ്, എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്, എല്ലാം സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തലയുമായിട്ടുള്ള ബന്ധം ആമേൻ നഷ്ടപ്പെടുത്താൻ ദൈവം പറഞ്ഞിട്ടില്ല. തലയും ശരീരവും ശിരസും തമ്മിലുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആമേൻ ഈ സഭയ്ക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം പ്രാപിക്കണമെങ്കിൽ, ഈ നന്മകളെല്ലാം പ്രാപിക്കണമെങ്കിൽ, ഈ അവകാശമെല്ലാം പ്രാപിക്കണമെങ്കിൽ, ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കണമെങ്കിൽ സഭയ്ക്ക് തലയുമായുള്ള ബന്ധം വേണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതിന് പൗലോസ് വേറൊരു ഭാഗത്ത് ശകലം കൂടി ആഴമായിട്ട് പൗലോസ് എന്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം എടുത്താട്ടെ, 12-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ശരീരമൊന്നും അതിന്റെ അവയവം പലതും ശരീരം ഒന്നും അതിന്റെ അവയവങ്ങൾ എന്താ? പലതും ശരീരത്തിന്റെ അവയവങ്ങൾ പലതായിരിക്കുന്നത് പോലെ ശരീരമെല്ലാം എന്ത് ചെയ്യാ? ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് ശരീരം എന്ന് പറയുന്നത്. എൻ്റെ കൈ മാത്രം പറയൂ ഇത് ശരീരം, ഇതാ ശരീരം എന്ന് പറയൂ.
എൻ്റെ കാലിന് പറയാൻ പറ്റുമോ ഇതാ ശരീരമെന്ന്? ഇല്ല. എൻ്റെ കാലും കൈയും അവയവങ്ങളെല്ലാം കൂടി ചേരുന്നതാണെന്ത് ശരീരം എന്ന് പറയുന്നത്. താട്ട് വായിച്ചതിൻ്റെ ശരീരമൊന്നും അവയവം പലതും എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെയാണ് ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ നാം എല്ലാവരും എന്തായിരിക്കുന്നു? ഏക ശരീരമായിരിക്കും. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വേറെ വ്യത്യാസങ്ങൾ ഉണ്ടാകരുതെന്ന്, എല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണെന്ന്. പണമുള്ളവനുണ്ടാകാം, പണമില്ലാത്തവനുണ്ടാകാം, കഴിവുള്ളവനുണ്ടാകാം, കഴിവില്ലാത്തവനുണ്ടാകാം. മാറ്റി നിർത്താൻ സഭയ്ക്ക് വ്യവസ്ഥയില്ല. കാരണം അവനും ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനും ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. വായിച്ചോട്ടെ വേത്തി. അപ്പൊ കേട്ടോ, ഒരേ ആത്മാവിനെ പ്രാപിച്ചും ഒരേ ആത്മാവിനെ പാനം ചെയ്തും എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല പലത് എന്ന് പറഞ്ഞാൽ പല അവയവങ്ങൾ കൂടിയുന്ന എന്താ ശരീരമാണ്. അമ്മ വായിച്ചോ. അയ്യോ, പൗലോസ് എത്ര വ്യക്തമായിട്ട് പറയുന്നു നോക്കിയേ. ഞാൻ കൈയല്ലാത്തത് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ള എന്ന് വരികയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം പറയുക ആമേൻ എന്ത് ചെയ്യാ, ഈ കൈയും കാലുമുണ്ട്. ഈ കാല് പറയുന്നു ഞാൻ ഈ ശരീരത്തിലുള്ള, കൈ അത്ര ശരിയല്ല, അതുകൊണ്ട് എന്ത് ചെയ്യാ ഞാൻ ഈ ശരീരത്തിനകത്തുള്ളതല്ല. എന്റെ കാല് പറയാ അവൻ എന്ത് ചെയ്യാ, അവൻ ആവശ്യമില്ലാത്ത എല്ലാത്തിനകത്തും കയറി തൊഴിക്കുന്നവനാ, അതുകൊണ്ട് അവൻ ഞാൻ നല്ലവനായിട്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനകത്തുള്ളതല്ല കാല് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ശരീരത്തിൻ്റെ അവയവം അല്ലാതായി തീരുവോ? അടുത്തൊരു ദൂത് വരുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ സ്വോത്രം പറയാൻ റെഡിയായിട്ടാണ്. ആമേൻ. അപ്പൊ പൗലോസ് ഇതിനെ വ്യക്തമായിട്ട് ശരീരമാകുന്ന സഭയെക്കുറിച്ച് വെളിപ്പാടിനാൽ എഴുതിയിരിക്കുകയാണ്. ആമേ തൻ്റെ ഓരോ അവയവങ്ങൾ ചേരുന്നതാണ് ശരീരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പലരാകുന്ന നാം ഒരുമിച്ച് ചേരുന്നതാണ് സഭ എന്ന് പറയുന്നത്. അതിനകത്ത് ശരീരമാകുന്ന സഭയുടെ ഒരു വിരലായിരിക്കും ഞാൻ, അല്ലെ ഒരു കൈയായിരിക്കും ഞാൻ, നിങ്ങളൊരു കാലായിരിക്കും, പക്ഷെ മറ്റൊരാളൊരു കണ്ണായിരിക്കും. ആമേൻ. മറ്റൊരാൾ ചെവിയായിരിക്കും. ആമേൻ. ഇതെല്ലാം കൊണ്ട് ചെവി പറയുമോ ഞാൻ ആ സഭയെന്ന് പറഞ്ഞ് നടക്കുമോ? അങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആർക്കും ഒരു ഉന്നത ഭാവവും കാണിക്കാൻ പറ്റാത്ത നിലവാരത്തിലാ സഭയെ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. സ്വോത്രം പറഞ്ഞു. ആമേൻ. സഭ എന്ന് പറയുന്ന ആ സംഭവത്തെ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് ആർക്കും സ്വയമായി പുകഴാൻ പറ്റാത്ത നിലവാരത്തിലാണ്. ആമേൻ. ഇതെല്ലാം ചലിക്കണമെങ്കിൽ വേറെ ആളോട് വേണം. ആരാ? എൻ്റെ കാല് ചലിക്കണമെങ്കിൽ ആര് പറയണം? ആര് പറയണം? തല പറയണം. തല പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാ? തല തീരുമാനിക്കുക. ഇനി നീ കാൽ അനക്കണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തില്ല? ഒറ്റക്കാല ചാടിച്ചാടി ഇങ്ങനെ നടക്കണ്ടായിട്ട് വരും. ഈ കാൽ അനക്കണ്ടെന്ന് തല പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് കാലിന് സ്വന്തമായി പുകഴാൻ വല്ലതും ഉണ്ടോ? ഇല്ല. ഇതെല്ലാം തല പറയാതെ, തല അനുവദിക്കാതെ ഒന്നും ചലിക്കത്തില്ല. നമ്മുടെ ശരീരത്തിന്റെ കാര്യം പറയുന്നത്. തല പറയാതെ എന്ത് ചെയ്യത്തില്ല?
ഈ ശരീരത്തിൽ ഒരവയവവും ചലിക്കത്തില്ല. അനുവദിക്കാത്തത് കൊണ്ടാ. ഇന്ന് സഭയോടൊരു ദൂത് പരിശുദ്ധാത്മ പറയാ, ആമേ, സഭയ്ക്ക് അതിനാൽ അത് ശരീരത്തിലുള്ള. അപ്പോൾ ഇതെല്ലാം ആമേൻ ആർക്ക് കൊടുത്തിരിക്കുന്നു? ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷേ ക്രിസ്തുവിൽ അവയവങ്ങളാ നിങ്ങൾ. എന്തിയാ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു ശരീരവും, ക്രിസ്തുവിൽ ഒരു ശരീരവും, എല്ലാവരും തമ്മിൽ എന്താ? അപ്പോഴൊരു കാര്യം കൂടി ഞാൻ പറയാം. അതിന് 4-ാം വാക്യം ഒന്ന് വായിച്ചു. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി. ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ആണോ? എല്ലാ അവയവത്തിനും പ്രവൃത്തി ഒന്നല്ല, എല്ലാത്തിനും വ്യത്യാസമാണ്. ഇതുപോലെ തന്നെ പൗലോസ് പറയാ, സഭയുടെ ഓരോ പ്രവൃത്തി എന്താ? ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോന്നാണ്. എൻ്റെ